കോഴിക്കോട് പുല്ലാറമ്പാറയിലെ കായിക പരിശീലകനാണ് ടോമി ചെറിയാൻ. പുതുതായി സ്പോർട്സ് അക്കാദമി ആരംഭിച്ചിരുന്നു. വിദ്യാർത്ഥിനിയെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നിരന്തരമായി സമ്മർദ്ദം ചെലുത്തി. എന്നാൽ ഇതിനു വഴങ്ങാതെ വന്നപ്പോൾ വിദ്യാർത്ഥിനിയുടെ അമ്മയെയും നിരന്തരം ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. കുട്ടിയുടെ നഗ്നചിത്രം തന്റെ കയ്യിലാണെന്നും ഇത് പ്രചരിപ്പിക്കുമെന്നും ടോമി ചെറിയാൻ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതിയിൽ പറയുന്നു. തിരുവമ്പാടി പോലീസിന്റെ കസ്റ്റഡിയിലാണ് ടോമി ചെറിയാൻ. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ഒരു കൊച്ചുകുട്ടി കായിക പരിശീലനത്തിന് പോയപ്പോഴേക്കും ആ പെൺകുട്ടിയെ ഇതുപോലെ ഉപദ്രവിക്കുകയും അതിൻ്റെ നഗ്നചിത്രം എടുത്തു വെക്കുകയും ചെയ്ത ശേഷം അവരെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഇവനെയൊക്കെ ഉണ്ടല്ലോ, ഇവരെയൊന്നും സാറുമാരായിട്ട് നമുക്ക് ഒരിക്കലും പരിഗണിക്കാൻ പറ്റത്തില്ല. ദയവ് ചെയ്ത് ഇതുപോലത്തെ കായിക അധ്യാപകന്മാരെ ദയവ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണം. ഇവരെ ഒന്നും പുറലോകം കാണിക്കാൻ ഒരിക്കലും ഇടവരരുത്. ഇവർക്ക് എന്തും ചെയ്യാമെന്നുള്ള ഒരു ലൈസൻസ് നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആ കുഞ്ഞിൻ്റെ അമ്മയെയും ആ കുഞ്ഞിനെയും വിളിച്ച് ഭീഷണിപ്പെടുത്താൻ എന്ത് അധികാരമാണ് ഈ സാറിനുള്ളത്? ഇവരെയൊക്കെ സാറെന്ന് വിളിക്കുന്ന നമ്മളെ അടിക്കണം. അതാണ് വേണ്ടത്. ഇവരൊന്നും സാറല്ല. സാറുമാർ കുട്ടികൾക്കും സമൂഹത്തിനും ഒക്കെ മാതൃകയാകേണ്ടവരാണ്. ഇവരെന്താണ് ഈ കാണിക്കുന്നതെന്ന് പോലും നമുക്കൊന്നും അറിയത്തില്ല. നമ്മുടെ ലോകത്തിൻ്റെ കിടപ്പ് എങ്ങോട്ടാണ് നമ്മുടെ ലോകം അധപ്പതിക്കുന്നത്? കൊച്ചു കുട്ടികളെ എല്ലാം ഇങ്ങനെ പീഡിപ്പിക്കുക, അതുവഴി കാര്യങ്ങൾ സാധിക്കുക. ഇവരൊക്കെ എന്താണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്? സമൂഹത്തിൽ ഒരു നല്ല മാതൃകയാകേണ്ട അധ്യാപകന്മാർ പൊതുസമൂഹത്തിനാണ് ഇപ്പം നാശമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മുടെ അധികാരികൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതുപോലെയുള്ളവർക്ക് കഠിന ശിക്ഷ നൽകി ഇവരെ ജയിലിൽ അടയ്ക്കുക തന്നെ വേണം.